ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ നീറ്റ് 2025 പേപ്പർ വെൻറ്റ് ഫോർ മീ ആൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് അനാലിസിസ്. എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ നീറ്റ് 2025 പേപ്പർ ആൻഡ് അതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇഫ് യു ഫസ്റ്റ് ടൈം ഹിയർ, ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഐഷറുബ. ഞാൻ എക്സാമിനും യൂണിവേഴ്സിൽ തന്നെയാണ് പോയത്. അപ്പം നീറ്റിൻ്റെ അന്ന് രാവിലെ ഞാൻ നേരത്തെ തന്നെ എണീച്ചിരുന്നു. ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീച്ചു. എന്നത്തെയും പോലെ തന്നെ നേരത്തെ തന്നെ എണീച്ചു. എന്നിട്ട് ഞാൻ തയ്ച്ച് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ചിട്ടില്ല, മേലേക്ക്. അപ്പം നീറ്റിൻ്റെ അന്ന് നല്ല തിരക്കായിരിക്കുമല്ലേ, എല്ലാവരും കുളിക്കാൻ വേണ്ടി നിൽക്കും. അപ്പം വേഗം ബാത്റൂമിൽ പോയി പരിപാടികളൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റഡി ഹാളിൽ കയറിയത്. സ്റ്റഡി ഹാളിൽ കയറി ഞാൻ മെയിനായിട്ട് ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് റിവൈസ് ചെയ്ത്, വേറെ ഒന്നും ഞാൻ നോക്കാൻ തന്നിട്ടില്ല. ഓർഗാനിക് കെമിസ്ട്രി റിവൈസ് ചെയ്തിട്ട് ആ പേപ്പർ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള എൻ്റെ ഷോർട്ട് നോട്ട് തന്നെ മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഷോർട്ട് നോട്ട് എടുത്തു, എൻസൈഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഷോർട്ട് നോട്ട് മാത്രം എടുത്തു. പിന്നെ നിസ്കാര കുപ്പായം, പിന്നെ അഡ്മിറ്റ് കാർഡ്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ബാഗിൽ സെറ്റാണോ നോക്കി. എന്നിട്ട് ബാഗ് എടുത്ത് വെച്ചു. എന്നിട്ടാണ് ഞാൻ യൂണിവേഴ്സിലേക്ക് പോകുന്നത്. യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സലിൻ്റെ ബസ് ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പോവാണ്. അതിനകത്ത് സെറ്റാക്കിയിട്ടാണ് ബസ്സിന് പോയത്. ബസ്സൊക്കെ കയറി ആ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പം എല്ലാവരോടും എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു ലാസ്റ്റ്, ബാക്കി എല്ലാവരോടും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എന്തോ ഒരു കുളിർമ. എല്ലാവരും വൈറ്റ് ഡ്രസ്സിൽ എല്ലാവരും ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ സലാം പറയുന്നു. എക്സാം എന്താക്കിയത്, ബെസ്റ്റാക്കിയത്, സൂപ്പറാക്ക്, മറ്റേതാക്കി, മറിച്ചതാക്കി, അങ്ങനത്തെ ടോക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ആരും അങ്ങനെ സ്ട്രെസ്ഡായിട്ട് ഞാൻ കണ്ടില്ല. എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആയിരുന്നു. എൻ്റെ സെൻറ്റർ പറഞ്ഞാൽ JHSS വാഴക്കാട്. അപ്പം കൊണ്ടോട്ടിയാണ് അത്യാവശ്യം പോകാനുണ്ട്. അങ്ങനെ ബസ് തപ്പി പിടിച്ചു. അപ്പം ഞങ്ങൾക്ക് ട്രാവലർ ആയിരുന്നു യൂണിവേഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ട്രാവലറിൽ കയറിയിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പം ബസ് എടുത്തു. ബസ് എടുക്കുന്നതിന് മുന്നേ സാർ വന്നിരുന്നു. സാർ വന്നിട്ട് ഞങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. എല്ലാവരും നല്ല ചെക്ക് ചെയ്ത് ഡോക്യുമെന്റ്സ് എടുത്തുക്കണോ സാർ പിന്നെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാണോ നോക്കി. പിന്നെ ബസ് എടുത്തു. ബസ്സിന് മെയിനായിട്ട് ഞാൻ റിവൈസ് ചെയ്യേണ്ടിയിരുന്നു. റിവൈസ് ചെയ്യില്ലായിരുന്നു. ഇത് ലാസ്റ്റത്തെ ആണല്ലോ, അപ്പോൾ ഒരു പേടി ബേജാറൊക്കെ നമുക്ക് നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം എടുത്ത് റിവൈസ് ചെയ്തു. ഷോർട്ട് നോട്ടോടെ മെയിനായിട്ട് റിവൈസ് ചെയ്ത്. പിന്നെ ഞാനിങ്ങനെ മിസ്റ്റേക്ക് എഴുതി വെക്കുമല്ലോ, ഒരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരുന്നു. എപ്പോഴും അറിയാം, പക്ഷെ എപ്പോഴും ഞാൻ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, ആ സംഭവങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് റിവൈസ് ചെയ്ത് ആ ബുക്ക് എടുത്ത് നല്ലോണം വേഗം ഓടിച്ച് നോക്കാൻ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കാൻ തുടങ്ങി. കാരണം ബസ്സിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എത്ര നേരം വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ നിർത്തിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് സ്ഥലത്തെത്തി. ഒരു 10 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ സെൻറ്ററിലെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ സെൻറ്ററിലെത്തി. ഞങ്ങളൊരു 13 പേരായിരുന്നു ആ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കൂടെ ഒരു വാർഡനും ഉണ്ടായിരുന്നു. വാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വയസ്സായ ഒരാളായിരുന്നു. വയസ്സ് പറഞ്ഞാൽ അത്യാവശ്യം വയസ്സുള്ള ഒരു വാർഡനാണ് ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ സെൻറ്ററിൽ എത്തിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു UP വിഭാഗം, LP വിഭാഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്ന് ഈ പാരൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ക്ലാസ് റൂം ഒന്നും അധികം തുറന്നിട്ടില്ല. ഒരു ക്ലാസ് റൂം ഞങ്ങളെ വാർഡൻ ഇങ്ങനെ തുറന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഫുൾ കച്ചറ. ഞങ്ങൾ എന്നിട്ട് എൻ്റെ പേപ്പറൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അവിടെ ഇരുന്നത്. അങ്ങനെ ഒരു 12-12:15 വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഫുള്ള് റിവൈസ് ഇങ്ങനെ ഇരുന്നു. ഞാൻ ഫുള്ള് ഷോർട്ട് നോട്ട് തന്നെ മെയിനായിട്ട് നോക്കിയത്. അങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 12:15 ആയപ്പോൾ മാഡം പറഞ്ഞു, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, നിസ്കരിക്കാൻ പോവാം, അങ്ങനെ 1 മണിയാകുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ കയറാം, അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 12:15 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വാർഡൻ്റെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പം മൂപ്പര് പറഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ അടുത്ത്, നമുക്ക് അവിടെ നിന്ന് നിസ്കരിക്കാം, അവിടുത്തെ ഫുഡ് കഴിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ പോയി നടന്ന് എത്ര ആയിട്ടും പള്ളി കാണുന്നില്ല. എന്താ കാണാത്ത, മൂപ്പരാക്കിൻ്റെ വഴി തെറ്റിയോ, മൂപ്പരെന്നെ ഇങ്ങനെ സംശയിച്ചാണ് നോക്കണ്. അപ്പം ഇത് വഴി തെറ്റിയോന്ന് ഞങ്ങൾ കുറച്ച് പേടിച്ചു. പിന്നെ ഞങ്ങളെ ബാക്കിൽ ഉണ്ടായിരുന്ന ബോയ്സൊക്കെ വാർഡിൻ്റെ ഒപ്പം കൂടെ നിന്നിട്ട് കാക്ക എത്തണില്ലല്ലോ, കുറേ ദൂരം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി നോക്കുമ്പോൾ ഒരു വലിയ ഗ്രാൻഡ് മോസ്ക്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വെള്ള ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്തായാലും എനിക്ക് നീറ്റ് കിട്ടി. കാരണം ഇങ്ങനത്തെ വലിയ പരിശുദ്ധമായ സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം എന്തായാലും കിട്ടും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഉണ്ടായത്. അവിടെ കയറിയിട്ടില്ല, അവിടെ എത്തിയപ്പോൾ അവിടെ വരെ കുറേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ വെച്ച് കഴിഞ്ഞാൽ ഹിഫ്സ് വേണ്ടി പഠിക്കാൻ വരുന്ന ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഓരൊക്കെയാണ് അവിടെ ഉണ്ടായത്. ഓരവിടെ ഇങ്ങനെ തിരുമ്പ, അതേപോലെ തന്നെ കളിക്കുക, അങ്ങനെ ഓരോ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ തുടരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അപ്പോൾ ഇത് വലിയ ഗ്രാൻഡ് മോസ്ക് പറഞ്ഞാൽ ആണുങ്ങൾക്കുള്ളതാണ്. അപ്പം അതിൻ്റെ അടുത്തനായിട്ട് സൈഡിലായിട്ട് ഒരു
ചെറിയ മോസ്കും കൂടി ഉണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ കാക്കയും ആൺകുട്ടികളൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നു. പിന്നെ ഒതെടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരു ഉമ്മയും ഒരു മോളും ഉണ്ടായിരുന്നു. ഒരു നീറ്റ് എക്സാം തന്നെ എഴുതാൻ വേണ്ടി വന്നാൽ തോന്നുന്നുണ്ട്. കണ്ടിട്ട് കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു, നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ എക്സാം ഹോൾക്ക് പോയത്. അങ്ങനെ പള്ളി കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞാൽ പിന്നെ പാരൻസിനെ വിളിച്ചിരുന്നു. എൻ്റെ പാരൻസിനെ വിളിച്ചപ്പോൾ ഉമ്മയാണ് കൊടുത്തത്. അപ്പം ഉമ്മ ഫുള്ള് ഇങ്ങനെ ഇരിക്കണം. കാരണം ഉമ്മ സുബിക്ക് മുന്നേ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. യാസിനെ കോതി അങ്ങനെ ഇരിക്കണം. അങ്ങനെ നമുക്ക് വേണ്ടിയാണല്ലോ ഈ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ പേടിക്കണ്ട, അതാക്കണ്ട, ഒപ്പി അതന്നെ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട, എനിക്ക് മെയിനായിട്ട് ഈ പേടിയാണ് എൻ്റെത്, എന്തിനാ പേടിക്കണതൊക്കെ പറയണില്ല. കുറേ ചീത്തറിയില്ല, കുറച്ചൊന്ന് ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ ശേഷമുള്ള കാര്യമൊക്കെ ഭയങ്കര സ്പീഡായിട്ടാണ് പോയത്. വേഗം പോയി. എന്നു വെച്ചാൽ പിന്നെ വേഗം നടക്കുന്നു. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ ടൈം ഏകദേശം ഒരു മണി കഴിഞ്ഞിരിക്കണം. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. പിന്നെ സ്റ്റഡി പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തു, ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോയി ട്രാവലറിന്ന് പോയെടുത്ത് വേഗം എക്സാം ഹോളിൽ കയറി. എക്സാം ഹോളിൻ്റെ അവിടെ തുടക്കത്തിൽ തന്നെ പോലീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പേപ്പറൊക്കെ കൊടുത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആക്കി ഉള്ളിൽ കയറിയപ്പോൾ അവിടുന്ന് ഒരു 3-4 ചെക്കിങ് ഉണ്ടായിരുന്നു. അതിന് ആദ്യം ചെക്ക് ചെയ്തു. അവിടെയും ഒരു പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്തു. പിന്നെ ഡോക്യുമെൻറ്റ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ റെഡിയാണോ നോക്കി. അങ്ങനെയാണ് എക്സാം ഹോളിൽ കയറിയത്. ഞാൻ എൻ്റെത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ റൂമിലായിരുന്നു. അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഇതൊക്കെ നോക്കി, രജിസ്റ്റർ നമ്പറൊക്കെ നോക്കി, സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അൽഹംദുലില്ലാ ക്ലോക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ ക്ലോക്ക് ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല. പക്ഷെ ഇപ്രാവശ്യം ക്ലോക്ക് ഉണ്ട്, അൽഹംദുലില്ലാ വർക്കിംഗ് ആയിരുന്നു. ഒക്കെ സെറ്റായിരുന്നു. അതിനിങ്ങനെ ഇരുന്ന് ഒക്കെ സെറ്റ്. 1:30 ആയപ്പോഴത്തേന് ഇൻവിജിലേറ്റേഴ്സ് വന്നു. അവർ വന്നിട്ട് ഒരു ലേഡി സ്റ്റാഫും ഒരു സാറും ഇരുന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയാണ് പേപ്പർ ഈ സമയത്ത് പൊട്ടിക്കാൻ പാടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ OMR ഉണ്ട്, ശ്രദ്ധിക്കണം, ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ തൊട്ട് ഇപ്പുറത്തും അതേപോലെ എൻ്റെ ഫ്രണ്ടിലും ഇരുന്ന കുട്ടികളൊക്കെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളാണ്. ഇവർക്കൊന്നും അറിയില്ല. അങ്ങനെ അങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നുണ്ടോ. അവരിനോട് ചോദിക്കുന്നു. അപ്പം എക്സാം തുടങ്ങിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാനും വല്ലാണ്ട് മൈൻഡാക്കാൻ നിന്നിട്ടില്ല. കാരണം നമ്മളെ സമയമാണ്, നമ്മൾ 3-4 കൊല്ലമായിട്ട് ഇത് വർക്ക് ചെയ്യണതാണ്, ഒരാദ്യമായിട്ടാണല്ലോ. ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് ഞാൻ മൈൻഡാക്കാൻ നിന്നിട്ടില്ല. പക്ഷേ ബാക്കിയൊക്കെ ഞാൻ അതിൻ്റെ മുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ എൻ്റെ ബാക്കിൽ പറഞ്ഞാൽ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഒരു ഷീറ്റ് തരും. ഇങ്ങനെ പ്രസൻറ്റും ആബ്സെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റ് തന്നിരുന്നു. അതിൽ 3 ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെത്, എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ചെക്കനും പിന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് 3 ആൾക്കുള്ള പേപ്പറാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം എൻ്റെതൊക്കെ എഴുതി ബബിൾ ചെയ്ത് കഴിഞ്ഞു. ബബിൾ ചെയ്യല്ല, ആദ്യം പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ അത് എഴുതാൻ. അങ്ങനെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ പറഞ്ഞാൽ അത് പേപ്പർ പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പം പിന്നെ പാരൻസിൻ്റെ നെയിം എഴുതാൻ അതിനൊക്കെയായിരുന്നു ആദ്യം എനിക്ക് പേപ്പർ വന്നത്. അപ്പം ഞാനാണ് ഫസ്റ്റ് ചെയ്ത്. എന്നിട്ട് പിന്നെ ബാക്ക് പാസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 മണി ആയപ്പം ബെല്ലടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ആ പേപ്പർ തിരിച്ച് കിട്ടണത്. അതിലാണ് പിന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ നമ്പറും പിന്നെ എക്സാം പേപ്പറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. അപ്പം ഞാൻ എക്സാം 2 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അത് എഴുതാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് എനിക്കതിങ്ങനെ ബബിൾ ചെയ്യാനും പിന്നെ നമ്മളെ OMR ഉണ്ടല്ലോ, OMR ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടി ടൈം എടുത്തിട്ടുണ്ട്. നമ്മൾ 2:05 2:10 ആയപ്പോഴാണ് ഞാൻ ശരിക്കും എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങിയത്. എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഞാൻ സാധാരണ ബയോണ് അറ്റൻഡ് ചെയ്യൽ. കാരണം അതാണല്ലോ കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ളത് അതാണല്ലോ. അങ്ങനെ അത് തുടങ്ങിയപ്പോൾ ഫസ്റ്റത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. സാധാരണ പോലെ തന്നെ തുടങ്ങി. എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 2 മണി മുതൽ 2:45 വരെ ബയോ ചെയ്യുക. അത് കഴിഞ്ഞൊരു 3:15 വരെ, 3:45 മുതൽ 3:15 വരെ കെമിസ്ട്രി ചെയ്യുക. ബാക്കിയുള്ള സമയം ഫിസിക്സിനും പിന്നെ അറിയാത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അതാണ് ഞാൻ സാധാരണ എക്സാമുകളിൽ ചെയ്യൽ. അതേമാതിരി ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പേപ്പർ എടുത്ത് ബയോ ചെയ്യാൻ തുടങ്ങി. ഒരു 2-3 കുഴപ്പമില്ല കിട്ടിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വന്നു പോകുന്നു. അപ്പോൾ സാധാരണ എക്സാമിൽ അങ്ങനെ പറ്റില്ല. ഒരു മാക്സിമം 6-8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് എനിക്ക് കിട്ടാത്തുണ്ടാവും. ലൈക്ക് അത് കിട്ടും, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഇവിടെ വേറെ റൗണ്ട് എടുത്തിട്ട് ഞാൻ പോവുക ചെയ്യാം. കാരണം വെച്ചാൽ ടൈം എടുക്കുന്നതാണെങ്കിൽ കഴിയട്ടെ, 2ാമത്തെ റൗണ്ടിൽ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഈ പേപ്പർ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ അവിടെ അങ്ങനെ വട്ടിട്ടേച്ചേക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒന്നും ചെയ്യാൻ കിട്ടണില്ല. അതെന്തായാലും ടൈം എടുക്കും അങ്ങനെ പറഞ്ഞാണ് പോയതും ഒറ്റ വായനയിൽ കിട്ടാത്തതുമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതവിടെ ഇട്ടു. അപ്പം തന്നെ ഒക്കെ മനസ്സിലായി ബയോ അത്യാവശ്യം ടഫാണ്.
വിചാരിച്ചു ഓക്കെ ബയോ ടഫ് ആണെങ്കിൽ ഇതിൽ കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ ഈസി ആയിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. സാധാരണ അങ്ങനെയാണല്ലോ നീറ്റിലുണ്ടാവല്. ഏതെങ്കിലും ഒന്ന് ടഫ് അങ്ങനല്ലേ എല്ലാ പേപ്പറിലും. കുറച്ച് 2-3 വർഷമായിട്ട് അങ്ങനല്ലേ വരില്ലേ, ഏതെങ്കിലും ഒന്ന് ടഫ് ബാക്കി 2 ഈസി. അപ്പൊ ഞാൻ ആ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ അപ്പൊ ഇതിൽ ബയോ ആണ് ടഫ് വിചാരിച്ചു. അങ്ങനെ ഞാൻ കെമിസ്ട്രിക്ക് പോയി. കെമിസ്ട്രിക്ക് പോയപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ട് തന്നെ ഇല്ല. അപ്പൊ ഞാൻ അവിടെ ഒപ്പത്തിന് അവിടെ വെച്ചു, കാരണം കുറച്ച് കാൽക്കുലേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ ബാക്കി ഞാൻ ചെയ്തു. ബാക്കി ഞാൻ ചെയ്തപ്പോൾ അതിലും ഇതേ ഭയന്റെ പോലെ തന്നെ കുറച്ച് അങ്ങനെ 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 എൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വരിക. അപ്പൊ വരച്ചു കെമിസ്ട്രിയും ടഫാ വിചാരിച്ചു. പിന്നെ ഞാൻ ഇതെന്തിങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കുറേ കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ കിട്ടാൻ അപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ ഇതിലെന്തായാലും ഫിസിക്സ് ഈസി ആയിക്കാരം, കാരണം കെമിസ്ട്രി ബയോ വരെ നല്ല കുടുക്കിക്കണം. അപ്പൊ ഞാൻ ഫിസിക്സ് എടുത്തപ്പോൾ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ പിന്നെ ബാക്കിയുള്ള വായിച്ചു നോക്കുമ്പോൾ ഒരു പേജിന്റെ പകുതി തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ. ഇത് വായിച്ചിരിക്കാൻ തന്നെ ആക്കുന്ന നേരമുള്ളൂ. അതിനെടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ ചെയ്തിട്ട് കിട്ടണില്ല. എത്ര ഞാൻ മെനക്കെട്ടിട്ടും ആൻസർ കണ്ട് എത്തുന്നില്ല. ക്വസ്റ്റ്യൻ തന്നെ വായിക്കുമ്പോൾ ഇങ്ങോട്ട് ദേഷ്യം പിടിക്കുക. യൂണിവേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എക്സാം നടത്തലുണ്ട്, ഒരു മെഗാ ടെസ്റ്റ് ഒക്കെ. അതിൽ നമ്മൾ ബയോ ഇരുന്നിട്ട് ടഫ് ഉണ്ടായിരുന്നത്. കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ എത്താൻ പറ്റാത്ത വെച്ചാൽ ബയോന്റെ ലെങ്ത് കൊണ്ടും കൺഫ്യൂഷൻ കൊണ്ടും നമുക്ക് എത്തിപ്പെടൂല. ആ ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നിർത്തി വെച്ച് ഇവിടുത്തെ പോയാ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിപ്പോയി. അങ്ങനെ ബാക്കി ഞാൻ ചെയ്യണ്ടേ, കിട്ടുന്നത് ഈസി ഉള്ളത് ചെയ്യാന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ അധികം ക്വസ്റ്റ്യനും നല്ല ലെങ്ത് ഉള്ളൊക്കെ അവിടെ വെച്ചുകൊണ്ട് ബാക്കി ഈസി ഉള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എന്നിട്ടും കിട്ടണില്ല. വളരെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം മൊത്തത്തിൽ ഇപ്പൊ ഞാനൊരു 1.5 മണിക്കൂർ ഫിസിക്സിന്, കാരണം എനിക്ക് പൊതുവെ ഫിസിക്സിന് ടഫ്. അപ്പൊ അതിന് കുറച്ച് സമയം വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്ത് വന്നത്. അതിനടുത്ത് നോക്കുമ്പോ എനിക്കിന്റെ ബാക്കി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ ബാക്കി ഒരു 20 മിനിറ്റിന് ബാക്കി സമയം ഉണ്ടായിരുന്നു. 20-ൽ ഒരു അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു. ബാക്കി ലാസ്റ്റ് 20 മിനിറ്റ് മാത്രമാണ് ഞാൻ പിന്നെ സെക്കൻഡ് റൗണ്ട് ഫിസിക്സിന് കൊടുത്തത്. ബാക്കി അതിനുള്ള ഒരു അരമണിക്കൂറിൽ ബാക്കി 10 മിനിറ്റിൽ ഞാൻ കെമിസ്ട്രിയും ബയോളജിയും നോക്കാൻ പോയി. ഞാൻ ബയോളജി ഫസ്റ്റ് റൗണ്ടിൽ നോക്കിയ പിന്നെ ഈ കൺവെൻഷണൽ ബയോളജിസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ പിന്നെ സെക്കൻഡ് റൗണ്ടിലാണ് ചെയ്തത്. അങ്ങനെ ആ ലാസ്റ്റ് 20 മിനിറ്റാണ് എനിക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയത്. അതുവരെ ഞാൻ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഇതെന്തായാലും പറ്റും. ഇങ്ങനത്തെ കുറെ എക്സാം നമ്മൾ എഴുതി, ഇന്റർമീഡിയറ്റ് എഴുതി, ഈസിൽ എഴുതി, ഹാർഡുള്ള എഴുതി. അങ്ങനെ ഹാർഡുള്ളൊക്കെ വരുമ്പോൾ മാർക്ക് പറഞ്ഞാലും അത് എല്ലാവർക്കും മാർക്ക് കുറയും. ആ ഒരു ഫീലിങ്ങിന് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എന്തായാലും കഴിയും. ലാസ്റ്റ് 20 മിനിറ്റ് എത്തിയപ്പോൾ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഫിസിക്സിന് എത്രയോ ചെയ്യാൻ വേണ്ടി കിടക്കണേ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ ഇനി 20 മിനിറ്റിൽ എങ്ങനെ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം? അപ്പൊ ഇതെന്തായാലും പോയി, ഈ നീറ്റ് എക്സാം എന്തായാലും പോയി, ഇതൊക്കെ പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതിന്റെ പക്ഷെ പിന്നെ ഞാൻ എന്നെ തന്നെ ഞാൻ ഓക്കെ ആക്കി തുടങ്ങി. അത് പറ്റും സ്ട്രെസ് അടിച്ചിട്ടുള്ളതും കൂടി പോക്കല്ലേ, അങ്ങനത്തെ ഇതേന് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ വലിയ ക്വസ്റ്റ്യൻസ്, ഒരു പേപ്പറിന്റെ പകുതി ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ കൂടി വായിച്ച് ഞാൻ എങ്ങനെ ചെയ്ത് തീർക്കാനാ? ആ ഒരു ഫീലിംഗ് ആണ് പിന്നെ എനിക്ക് വന്നത്. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ ഫിസിക്സ് കെമിസ്ട്രി ഞാൻ എങ്ങനെയൊക്കെ ചെയ്തി. പിന്നെ ഈ ഫിസിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയ സമയത്ത് ഡയമെൻഷന്റെ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ സ്പ്രിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഗ്രാവിറ്റേഷന്റെ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ആ 20 മിനിറ്റിലാണ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചിട്ട് കത്തിടില്ല. പിന്നെ സ്ട്രെസ്ഫുൾ ആയിട്ട് ലാസ്റ്റ് 20 മിനിറ്റിനുള്ളിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാണ്ട് എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. എങ്ങനെങ്കിലും ഇത് കിട്ടുമോ ആ ഒരു കൺഫ്യൂസിങ് മൈൻഡ് ആയിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട്, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എലിമിനേറ്റ് ചെയ്തിട്ട് എങ്ങനെങ്കിലും 2 ഒന്നെങ്കിലും ഒപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ ചെയ്തു. അതല്ലാതെ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അതെന്തായാലും അത്യാവശ്യം മാർക്കില്ലാതെ എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുക? നമ്മൾ സാധാരണ എക്സാം പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് 600+ കയറാൻ പറ്റുക, അങ്ങനെയൊക്കെ സാർമാർ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെങ്കിലും അത് ക്രോസ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് ആയി പിന്നെ എനിക്ക്. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ബബിൾ ചെയ്തു ആക്കിയാണ് പോകുന്നത്. അതാ ലാസ്റ്റ് എന്തൊക്കെ കാട്ടി. എന്താണിപ്പോ എന്താ പറയാ, അതൊരു വെപ്രാളപ്പെട്ടുള്ളൊരു ഓക്കേനു. എന്തൊക്കെ കാട്ടി അള്ളാഹ്ക്കറിയാം. ഞാൻ ഒക്കെ അള്ളാന്റെ അടുത്താണ്, എൻ്റെ അടുത്തൊന്നും ഇല്ല. കാരണം എന്റെയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു, പഠിക്കാനുള്ളത് പഠിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി എനിക്ക് ചെയ്യാൻ പറ്റും, ഇനിയുള്ളതൊക്കെ അള്ളാന്റെ ഭാഗത്തുള്ളതാണ്. ഇനി എൻ്റെ അടുത്തൊന്നും ചെയ്യാനില്ല. ആ ഒരു മൈൻഡ് സെറ്റായി ലാസ്റ്റ് ആയപ്പോ ഇതൊക്കെ. അങ്ങനെ ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിച്ചിട്ട് പേപ്പർ കൊടുത്തു. ഒരു 5 കറക്റ്റ് 5 മണി ആയപ്പോൾ തന്നെ ഒരു പേപ്പർ മേടിച്ചിരുന്നു.
അങ്ങനെ പേപ്പർ കൊടുത്ത് അതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ 20 മിനിറ്റ് തന്നെ അവിടെ തന്നെ പിന്നെ ഓർക്ക് ചെയ്യാനുള്ള വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തുക. ഉം, 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 ഉം. ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ലല്ലോ. പുറത്തും ചുറ്റൊക്കെ കുട്ടികളുണ്ട്. ഒന്നും ഞാൻ പുറത്തേക്ക് കാണിക്കരുത്. അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് വിട്ട്. അപ്പോൾ വേറെയും കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ, എൻ്റെ അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ആരോടും സംസാരിക്കരുത്, ഇനി ഒന്നും ഉണ്ടരുത്. ഹോസ്റ്റലിലെത്തി ആരെങ്കിലും പേപ്പർ നോക്കട്ടെ അപ്പം കാണിച്ചിട്ട് ആ ഒരു മൈൻഡിലായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം എല്ലാവരും മുഖം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എല്ലാവർക്കും ടഫാണ്. ഇൻവിജിലേറ്റർ തന്നെ അവിടുന്ന് ക്ലാസ്സിന് ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ടഫ് ആയിരുന്നു, ഈസി അല്ല, അല്ല അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം എല്ലാവരും വേണ്ടി ഇങ്ങനെയാണ്. ഞാൻ അപ്പം എല്ലാവരും ഇനി ജയിക്ക് പോവാ, ജയിൻ്റെ മാർക്ക് മതി, അതിന് വെച്ച് പോവാ, അങ്ങനത്തെ ഒക്കെ ഒരു ടോക്കായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു സീൻ കണ്ടു വെച്ചാൽ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഒരു കുട്ടി, ആ കുട്ടി കരഞ്ഞിട്ട് അതിൻ്റെ അച്ഛനെ പോയി കെട്ടി പിടിക്കണ ഒരു സീനാണ് പിന്നെ ഞാൻ കണ്ടത്. അപ്പം എല്ലാവർക്കും ടഫ് ആയിരുന്നു. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു. അപ്പം അതൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റിസൾട്ട് എന്തും ആവട്ടെ, വി ഹാവ് ടു മൂവ് ഓൺ, റൈറ്റ്? എക്സാം എന്തായാലും റിസൾട്ട് എന്തായാലും നമ്മൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കുറേ ടെൻഷൻ അടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ ഓക്കെ ആയി. ഞാൻ കുറേ ടെൻഷൻ അടിക്കാനൊന്നും പോയിട്ടില്ല. പൊതുവേ ഞാൻ എക്സാം കഴിഞ്ഞാൽ തന്നെ വേഗം കൂളാവലുണ്ട്. അതുവരെ ഒരു ടെൻഷനും പേടിയും ഭയത്തിലൊക്കെ കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം ഓക്കെ ആവലുണ്ട്. അൽഹംദുലില്ലാ. എക്സാമും അൽഹംദുലില്ലാ നല്ലച്ചേക്ക് അല്ലെങ്കിലും കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാ. അപ്പം റിസൾട്ട് നമുക്ക് ആലോചിക്കാം. നമുക്ക് വിധിച്ചതാണെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നിൽക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ എനിക്ക് എൻ്റെ വീടിനെ കുറിച്ച് പറയാൻ, എക്സാമിനെ കുറിച്ച് പറയാൻ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.